ഇന്ന് നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഒരു തുടർക്കഥയാകുമ്പോൾ ഒരേ വീട്ടിലെ തന്നെ 4-5 ആളുകൾ ഒരേ അപകടത്തിൽ മരണപ്പെടുമ്പോൾ ഈ അപകടങ്ങളിലേക്ക് നയിക്കാനിടയായ സാഹചര്യങ്ങൾ അതിൽ നമ്മുടെ സർക്കാരിൻ്റെ മാറി മാറി വന്ന സർക്കാരുകളുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ദുരന്തവും കഴിയുമ്പോഴും ഓരോരോ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഈ വിദഗ്ധ സമിതി ഈ അപകടം നടന്ന സ്ഥലം പരിശോധിക്കുകയും റോഡിൻ്റെ ശോച്യാവസ്ഥയും വാഹനം ഓടിച്ച ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഇതിനുള്ള പരിഹാര നടപടികൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ അപകടത്തിൻ്റെ ചൂടും അത് മങ്ങിപ്പോയിരിക്കും. ഇങ്ങനെ കാലാകാലമായിട്ട് ഈ വിദഗ്ധ സമിതികൾ നൽകിയ റിപ്പോർട്ടിന്മേൽ നമ്മുടെ സർക്കാരുകൾ എന്ത് നടപടി സ്വീകരിച്ചു, എത്രമാത്രം കറക്റ്റീവ് മെഷേഴ്സ് അതിന്മേൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം കഴിഞ്ഞ 10 വർഷങ്ങളിലെ റോഡപകട മരണനിരക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്നും ചിരിച്ച് യാത്ര പറഞ്ഞു പോകുന്നവരിൽ 12-ലധികം ആളുകൾ ഒരിക്കൽ പോലും പിന്നീട് തിരിച്ചെത്തുന്നില്ല. ഏതാണ്ട് 100ഓളം ആളുകൾ കൈയും കാലും ഒടിഞ്ഞ് വിവിധ ആശുപത്രികളിലായിട്ട് തലയ്ക്ക് ക്ഷതം പറ്റിയും കോമാ സ്റ്റേജിലും മറ്റും ആശുപത്രിയിൽ എത്തിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഈ കവിതയാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അതെ, നമുക്ക് കണ്ണടകൾ വേണം, നല്ല ദൂരക്കാഴ്ചയുള്ള കണ്ണടകൾ വേണം. കണ്ണടച്ചിരുട്ടാക്കുന്ന, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നമ്മുടെ ഈ ഭരണ സംവിധാനത്തെ കാണാനായിട്ടുള്ള നല്ല പവർഫുൾ കണ്ണടകൾ വേണം. ഓരോ ദുരന്തവും കഴിയുമ്പോൾ തങ്ങളുടെ പൊന്നോമനകളെ കെട്ടിപ്പിടിച്ച് അവരുടെ ഛിന്നഭിന്നമായ മൃതശരീരങ്ങളെ കെട്ടിപ്പിടിച്ച് ആർത്തലച്ച് കരയുന്ന മാതാപിതാക്കളുടെ ഇടയിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്ന ഈ ഭരണാധികാരികൾ അവർ തിരിച്ചറിയേണ്ടുന്ന ചില വസ്തുതകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുള്ള ഈ വാഹന പെരുപ്പത്തിനനുസരിച്ച്, കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായിട്ടുള്ള ബാധ്യത, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ ഭരണാധികാരികൾ. അപ്പോൾ ഈ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ ഓരോ റോഡ് ഉപയോക്താവും അത് തൻ്റെ അവകാശമാണ്, അത് നടപ്പിലാക്കി കിട്ടേണ്ടത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കി തരേണ്ടത് അത് ഒരു ഔദാര്യമല്ല, അത് ഓരോരുത്തരുടെയും അവകാശമാണെന്ന് അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഒരാൾ ഒരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അയാൾ ലക്ഷക്കണക്കിന് രൂപ നികുതി കൊടുത്തിട്ടാണ് ആ വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഓരോ വർഷവും ഉണ്ടാകുന്ന ഈ റോഡ് നികുതിയിലുള്ള വർധന നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2007 വെറും 6% മാത്രമാണ് ഒരു മോട്ടോർ കാറിൻ്റെ റോഡ് നികുതി ഉണ്ടായിരുന്നത്. ഇന്ന് 2024 ഏകദേശം 4 ഇരട്ടിയോളമാണ് ആ റോഡ് നികുതി. 22% റോഡ് നികുതിയാണ് ഒരു മോട്ടോർ കാറിന്. അത് ഒറ്റത്തവണയായിട്ട് 15 വർഷത്തേക്ക്, അതും ടാക്സിന്മേൽ ടാക്സ് 28% GST നൽകിയതിന് ശേഷം ആ GSTയുടെ പുറത്താണ് ഈ 22% റോഡ് നികുതി നമ്മൾ അടയ്ക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആരും വിസ്മരിക്കരുത്. ഇനി ഈ റോഡ് നികുതി ഇനത്തിൽ മാത്രം നമ്മുടെ സർക്കാർ ഖജനാവിലേക്ക് 2023 വന്നു ചേർന്നിട്ടുള്ള തുക എത്രയാണെന്ന് അറിയണ്ടേ? 5099 കോടി രൂപ, ഏകദേശം 5100 കോടിയോളം രൂപ. ഇനി ഇതുകൂടാതെ മറ്റ് ഓഫീസ് നടപടിക്രമങ്ങൾക്കായിട്ട് പിരിച്ചെടുക്കുന്ന തുക, അതുകൂടാതെ ഈ വഴിയിൽ നിന്ന് ചെക്ക് ചെയ്ത് ഈ ചലാൻ വഴിയോ അല്ലെങ്കിൽ ചെക്ക് റിപ്പോർട്ട് വഴിയോ സമാഹരിച്ചെടുക്കുന്ന തുക, ഇവയെല്ലാം കൂടി ചേർന്നുകൊണ്ട് 5608 കോടി രൂപയാണ് ഈ 2023 വർഷത്തിൽ സർക്കാർ പിരിച്ചെടുത്തിട്ടുള്ളത്. ഈ നാട്ടിൽ നടക്കുന്ന ഏത് ദുരന്തമായാലും, അത് ഈ റോഡപകടങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, എന്തു വന്നാലും അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ചിന്തിക്കുന്ന ആളുകളോട് ഈ കണക്കുകളൊന്നും ഉദ്ധരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. ഈ മരിച്ചു മണ്ണടിയുന്ന പാവങ്ങളുടെ ശവക്കൂനകൾക്ക് മേൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള റീത്തുകളിലെ ആ പൂക്കൾ വാടുന്നതോടുകൂടി സമൂഹ മനസാക്ഷിയുടെ ആ മനസ്സിൽ നിന്നും ഈ ദുരന്തങ്ങളെല്ലാം മാഞ്ഞു പോകും. ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഈ ദുരന്തങ്ങൾ, അത് വിധിക്കപ്പെട്ട ആ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നിന്നും ആ ദുരന്തം മാഞ്ഞു പോകും. അപ്പോഴും ഈ ദുരന്തങ്ങൾ ഒരു തുടർക്കഥയായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. റോഡപകടങ്ങൾ ഉണ്ടാകുന്നതും റോഡിൽ മരണം സംഭവിക്കുന്നതും ഇത് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ കാര്യം മാത്രമല്ല. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ റോഡപകടങ്ങൾ ഉണ്ടാകുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ഈ മരണങ്ങൾ അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 ഐക്യരാഷ്ട്ര സംഘടന ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി, ഒരു ഡെക്കേഡ് ആക്ഷൻ പ്ലാൻ. അതായത്
2011 മുതൽ 2021 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡെക്കേഡ് ആക്ഷൻ പ്ലാൻ. ഈ റോഡപകടങ്ങളിൽ മരണസംഖ്യ കഴിയുന്നത്ര കുറച്ചുകൊണ്ടുവരിക, അത് കഴിയുമെങ്കിൽ ഒരു റോഡപകടങ്ങളിലും മരണം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ട്രെയിനിങ്, അതുകൂടാതെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ, റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കൽ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഡെക്കേഡ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ അനുവദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു. പക്ഷേ ഈ റോഡപകട മരണങ്ങളുടെ നിരക്ക് വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞു വരുന്നതായി കാണാത്ത ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ശ്രീ ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി, അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഊന്നി പറഞ്ഞത് 24 മണിക്കൂറും നിരന്തരമായിട്ടുള്ള റോഡ് പരിശോധന കൂടാതെ കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഈ നിയമലംഘകർക്കെതിരെ അത് നടപ്പിലാക്കണമെന്നായിരുന്നു ആ കമ്മിറ്റിയുടെ ശുപാർശ. അപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം 2019 നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിലും ചട്ടങ്ങളിലും വളരെ വ്യാപകമായിട്ടുള്ള ചില അമെൻമെന്റ്സ്, ഭേദഗതികൾ വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ആ നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഇരട്ടിയും അതിലധികവുമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് നേരത്തെ അത് 100 രൂപ പിഴയായിരുന്നുവെങ്കിൽ അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ആ പിഴകളിൽ പലതിനും അതിൻ്റെ പിഴത്തുക പകുതിയാക്കി കുറച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് ചില സൗജന്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. എന്നാൽ ഒരു കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കേരള സർക്കാർ ഒരു സേഫ് സോൺ പദ്ധതി, ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ സുരക്ഷ അത് ഉറപ്പാക്കുന്നതിലേക്കായിട്ട് ഒരു സേഫ് സോൺ പദ്ധതി അത് നടപ്പിലാക്കി. അത് വളരെ വിജയകരമായി. ഇന്ത്യയിൽ മാത്രമല്ല, ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഈ സേഫ് സോൺ പദ്ധതി. ഒരു അപകട മരണം പോലും ഇല്ലാത്ത ചില ശബരിമല സീസണെല്ലാം ആ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കാനായിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അക്ഷീണം അത് പരിശ്രമിച്ചിട്ടാണെന്ന് പറയാതെ വയ്യ. ആ രീതിയിൽ ഒരു റോഡ് സുരക്ഷാ പദ്ധതി നമ്മുടെ സർക്കാർ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ അധികം പ്രശംസനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ചുവട് പിടിച്ച് 2018 സേഫ് കേരള പദ്ധതി നമ്മുടെ സർക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് കൂടി ചേർത്തുകൊണ്ട് 85 എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അങ്ങനെ ഒരു കാര്യം നമ്മുടെ സർക്കാർ ചെയ്തു. അപ്പോൾ ഈ സേഫ് കേരള പദ്ധതി വിഭാവനം ചെയ്തത് 24 മണിക്കൂറും നിരന്തരമായിട്ടുള്ള റോഡ് പരിശോധനയാണ്. പക്ഷേ അന്ന് രൂപീകരിച്ച ആ സ്ക്വാഡ് വെറും 8 മണിക്കൂർ മാത്രം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സംഖ്യാബലമേ അന്ന് ഈ രൂപീകരിച്ച സ്ക്വാഡിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് ഈ സ്ക്വാഡ് രൂപീകരിക്കുമ്പോൾ സർക്കാരിന് അധിക ബാധ്യതയായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ട ശമ്പളം, അതുകൂടാതെ ഈ വാഹനത്തിന് വരുന്ന ചിലവുകൾ, ഇതെല്ലാം വഹിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ സർക്കാർ ചെയ്തത് ഈ ഉദ്യോഗസ്ഥർക്ക് ടാർഗറ്റ് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ടാർഗറ്റ് പ്രകാരം ഓരോ ഉദ്യോഗസ്ഥനും പിരിച്ചെടുക്കേണ്ട തുക, അപ്പോൾ അത് കണ്ടെത്തുന്നതിലേക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സ്ക്വാഡും അത് പ്രവർത്തിക്കേണ്ടിയിരുന്നത് ഈ 24 മണിക്കൂറും നല്ല രീതിയിൽ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏരിയകളിൽ അവർ റോഡ് പട്രോളിംഗ് നടത്തുക, നിരന്തരമായിട്ടുള്ള ചെക്കിങ്, ആ റോന്തു ചുറ്റൽ, അതിൻ്റെ ഫലമായിട്ട് ഈ നിയമലംഘകരെ കണ്ടെത്താനും അവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കുന്ന ആ രീതിയിലായിരുന്നു ഇതിൻ്റെ സംവിധാനമെങ്കിൽ നമ്മുടെ ഈ റോഡപകടങ്ങൾ വളരെയധികം കുറഞ്ഞേനെ. പക്ഷേ എന്ത് സംഭവിച്ചു? എവിടെയെങ്കിലും നിന്ന് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലത്ത് നിന്നുകൊണ്ട് ഈ വരുന്ന വാഹനങ്ങളുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതിൻ്റെ പെർമിറ്റ് തീർന്നോ, അതിൻ്റെ ഫിറ്റ്നസ് തീർന്നോ, ഈ രീതിയിലുള്ള ഒരു പരിശോധനയിൽ പിഴ തുകയായിട്ട് ധാരാളം ലക്ഷങ്ങൾ അവർക്ക് പിരിച്ചെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ റോന്തു ചുറ്റൽ അല്ലെങ്കിൽ ഈ പട്രോളിംഗ് ഇല്ലാതെ പോയതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ റോഡപകടങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ മരണനിരക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് നമ്മുടെ ഈ മോട്ടോർ വാഹന വകുപ്പിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് നമ്മളുടെ വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1.25 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണ്. ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ലോക നിലവാരത്തിന് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ നമ്മളുടെ ഈ റോഡ് അപകടങ്ങളുടെ നിരക്കിൽ കേരളം മുൻപന്തിയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന ആ വിവരങ്ങൾ അത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ ഇന്ന് മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനും പിറകിലായിട്ട് 3ാം സ്ഥാനത്താണ് കേരളത്തിൻ്റെ സ്ഥാനമെന്ന് ഓർക്കുക. ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ ഏകദേശം 4 കോടിയിലധികം വാഹനങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ ഈ വാഹനങ്ങളുടെ എണ്ണം ഏകദേശം 3.25 കോടി. കേരളത്തിലോ 1.25 കോടി വാഹനങ്ങൾ. ഈ 1.25 കോടി വാഹനങ്ങൾ ഉള്ള ഇടത്താണ്
ഈ പറയുന്ന അപകട മരണങ്ങളുടെ നിരക്കിൽ ഇന്ന് കേരളം 3-ാം സ്ഥാനത്തായിട്ട് വന്നു നിൽക്കുന്നത്. ഈ 1.25 കോടി വാഹനങ്ങൾ പരിശോധിക്കാനായിട്ട് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം എത്രയാണെന്ന് അറിയണ്ടേ? 85 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 340 പേരാണ് നമ്മളുടെ ഈ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലുള്ളത്. അതായത് 50,000 വാഹനങ്ങൾക്ക് ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം കാര്യക്ഷമമായിരിക്കും നമ്മളുടെ ഈ റോഡ് പരിശോധന. ഇവിടെ ഈ 340 ഉദ്യോഗസ്ഥരുള്ള ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ പിന്നെയും തുരങ്കം വെച്ചു. ശ്രീ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയതോടുകൂടി നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിലെല്ലാം ധാരാളം പരിഷ്കാരങ്ങൾ വരുത്തി. അതായത് 60-ഉം 120-ഉം ആളുകളെ വെച്ച് ഓരോ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്നത് അത് 30 പേരെ മാത്രമാക്കി ചുരുക്കിക്കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടി വന്നു. ആ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഓഫീസിൽ തന്നെ ഉള്ള ആളുകളുടെ ആ സംഖ്യാബലം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മാത്രം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. മറ്റ് ഓഫീസ് പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ ഈ 340 ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടുതൽ ആൾക്കാരെ ഓഫീസിലേക്ക് നിയോഗിക്കപ്പെട്ടു. അതോടുകൂടി നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ആകെ തകിടം മറിഞ്ഞു എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമാണോ എന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒറ്റ അപകടങ്ങളിൽ തന്നെ 4-5 ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അതും ഒരേ കുടുംബത്തിലെ ആളുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മുടെ ഈ റോഡ് അപകട മരണങ്ങൾ കുറച്ചുകൊണ്ട് വരുന്നതിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ശ്രീജിത്ത് IPS സർക്കാരിലേക്ക് ഒരു കത്ത് നൽകിയുണ്ടായി. അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് കുറച്ച് മുമ്പാണ് കത്ത് ഗതാഗത സെക്രട്ടറിക്ക്, അതായത് സർക്കാരിന് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് 78 താലൂക്കുകളിലാണ് ഈ കേരളത്തിലുള്ളത്. ഈ ഓരോ താലൂക്കിലും കുറഞ്ഞത് 2 സ്ക്വാഡുകളെങ്കിലും വിന്യസിച്ചുകൊണ്ട് നല്ല കർശനമായിട്ടുള്ള രീതിയിൽ, മികച്ച രീതിയിൽ 24 മണിക്കൂറും ഈ റോഡ് പരിശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ റോഡ് അപകടങ്ങൾ വളരെയധികം കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം നൽകിയ ഒരു സജഷൻ എന്ന് പറയുന്നത് അധികമായിട്ട് ഒരു 198 MVAമാരും 510 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയും കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അത് വിപുലീകരിക്കണം. അതിലേക്കായി വരുന്ന ചിലവും അദ്ദേഹം കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 63,46,26,000 രൂപയായിരിക്കും ഇവരുടെ ശമ്പള ഇനത്തിൽ നൽകേണ്ട തുക. പണ്ട് ഈ സ്ക്വാഡ് രൂപീകരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിരുന്നു. പക്ഷേ ഈ 63,46,00,000 രൂപ ഈ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക വഴി ഈ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയായിട്ട് തന്നെ സർക്കാരിന് ഈടാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിനേക്കാൾ ഏറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 6,000 കോടിയോളം രൂപ ഈ റോഡ് ടാക്സ് ഇനത്തിലും കൂടാതെ ഈ പെട്രോള്, ഡീസല്, സ്പെയർ പാർട്സ്, എഞ്ചിൻ ഓയിൽ ഇതുപോലുള്ള ഓരോ സാധനവും ഓരോ വാഹന ഉടമയും അത് വാങ്ങുമ്പോഴും അതിന്മേൽ ലഭിക്കുന്ന ടാക്സ് ഇതെല്ലാം എവിടെ പോകുന്നു? അപ്പോൾ നമ്മുടെ ഈ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായിട്ട് 100-200 കോടി രൂപ മുടക്കാനായിട്ട് സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് തുല്യമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മുടെ വിധിയാണ്, നമുക്ക് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്നോർത്ത് ആ നിസ്സംഗത പാലിച്ചുകൊണ്ട് നമുക്കിനിയും തുടരാം. പക്ഷെ ഒന്നോർക്കുക, നമ്മുടെ ഈ നിസ്സംഗതയും ഈ മറവിയുമാണ് ഇവർക്ക് ഇത് വളമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്.